ഹായ്. നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞു പോരുകയാണ്. ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷ് ഭരണാധികാരികളെ കുറിച്ച്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ഇന്ത്യയിൽ വന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറലെ കുറിച്ചാണ്. ഇന്ത്യയിൽ വന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ, അതായത് 36-ാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ ഗവർണർ ജനറലായിട്ട് വന്നു. 1848 1848 36-ാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ ഗവർണർ ജനറലായിട്ട് വന്നയാളാണ് ഡൽഹൌസി പ്രഭു. അദ്ദേഹം 1856 വരെ ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്നു. 1856 വരെ, 1848 മുതൽ 1856 വരെ ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന ആളാണ് ഡൽഹൌസി പ്രഭു. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി എങ്ങനെ ആധുനിക ഇന്ത്യയുടെ ശില്പിയായി? അദ്ദേഹം 1852, 53, പിന്നെ 51, അത് ഞാൻ പറയാൻ പറ്റില്ല. ഈ വർഷങ്ങളിലൊക്കെ ചില പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ പറയാം അല്ലേ. 1851 ഈ കൊൽക്കത്തയും ബംഗാളിലെ തന്നെ ഡയമണ്ട് ഹാർബർ ഉണ്ടല്ലോ, ഡയമണ്ട് ഹാർബറിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ആദ്യ ഇലക്ട്രിക് ടെലഗ്രാഫ് ലൈൻ സ്ഥാപിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ. അപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മുടെ കൊൽക്കത്തയെയും ഡയമണ്ട് ഹാർബറിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഇലക്ട്രിക് ടെലഗ്രാഫ് ലൈൻ സ്ഥാപിക്കുന്നു ഡൽഹൌസി. പിന്നെ അതുപോലെ 1852 ഏഷ്യയിലെ തന്നെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ഡൽഹൌസി ഇന്ത്യയിൽ കൊണ്ടുവന്നു, സിന്ധ് ടാക്ക്. അപ്പൊ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പാണ് സിന്ധ് ടാക്ക്. ആ സിന്ധ് ടാക്ക് എന്ന് പറയുന്ന തപാൽ സ്റ്റാമ്പ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഡൽഹൌസിയാണ്. സിന്ധ് ടാക്ക് അല്ലേ. ബ്രിട്ടനിലെ തപാൽ സ്റ്റാമ്പ് ഏതെന്നറിയോ? അക്കാലത്ത് പെനി ബ്ലാക്ക്. ബ്രിട്ടനിലെ തപാൽ സ്റ്റാമ്പായിരുന്നു പെനി ബ്ലാക്ക്. നമ്മുടേത് സിന്ധ് ടാക്ക്. ഓക്കെ. അപ്പൊ 51 ഇലക്ട്രിക് ടെലഗ്രാഫ് ലൈനായി, 52 തപാൽ സ്റ്റാമ്പായി, ഇനി 53. 1853 നമ്മുടെ മുംബൈ മുതൽ താനെ വരെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു റെയിൽവേ ലൈൻ സ്ഥാപിച്ചു. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ വരുന്നത് 1853 ബോംബെ മുതൽ താനെ വരെ റെയിൽവേ ലൈൻ സ്ഥാപിച്ചത് ഡൽഹൌസിയാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യയെ ആധുനികവൽക്കരിച്ചു ഡൽഹൌസി. തീർന്നില്ല, ഇനിയുമുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡൽഹൌസിയെ കുറിച്ച് പറയാൻ. ഡൽഹൌസിയെ കുറിച്ച് അടുത്തൊരു ദിവസം കൂടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്നാൽ മാത്രമേ ഡൽഹൌസിയെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം കാണാം.